ഇന്ത്യയിൽ സ്വതന്ത്ര ചിന്തയോടെ അല്ലെങ്കിൽ നിഷ്പക്ഷതയോടെ അഭിപ്രായങ്ങൾ പറയുന്ന ജനവിഭാഗത്തെ കാണാതായിരിക്കുന്നു. പൊതുജനങ്ങൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണ് എന്ന് തോന്നിയാൽ അവർ എതിർ രാഷ്ട്രീയ പാർട്ടി അംഗമായി മുദ്രകുത്തപ്പെടുന്നു. ജനങ്ങളെല്ലാം രാഷ്ട്രീയക്കാരായി കുതിരകുത്തപ്പെടുന്ന ഒരു രാജ്യമായി അല്ലെങ്കിൽ തങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടി അനുഭാവിയാണ് എന്ന് സ്വയം അഭിമാനിക്കുകയും നിസ്സാര വിഷയങ്ങൾ വരെ വിവാദങ്ങളാക്കി മാറ്റി പരസ്പരം കലഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായി ഇന്ത്യയിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ജനങ്ങളിൽ ഭൂരിഭാഗത്തെയും വിവിധ പാർട്ടികൾ തങ്ങളുടെ അംഗങ്ങളായോ അനുഭാവികളായോ മുദ്രകുത്തിയിരിക്കുന്നു. അതിനാൽ വിവിധ പാർട്ടികൾ പരസ്പരം നടത്തുന്ന സംഘർഷങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള വൈരാഗ്യങ്ങളായി മാറുന്നു. ഇന്ത്യയിൽ വിവിധ പാർട്ടികൾ മതപരമായ വിഷയങ്ങൾ അധികാരം നേടുവാനുള്ള പ്രധാന വിവാദ മാർഗമായി കാണുന്നതിനാൽ ജനങ്ങൾ വിവിധ പാർട്ടികളാൽ വിഭജിക്കപ്പെടുകയും വൈരാഗ്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ 5% ജനങ്ങളിൽ കൂടുതൽ അംഗങ്ങളെ വിവിധ പാർട്ടികൾ അംഗങ്ങളാക്കുന്നതിന് നിയമം മൂലം നിരോധിക്കേണ്ടതാണ്. കൂടാതെ ഒരു പ്രദേശത്തെ 5% ജനങ്ങൾക്ക് മാത്രമേ പാർട്ടി അനുഭാവികൾ എന്ന അംഗീകാരം നൽകുവാൻ പാടുള്ളൂ എന്ന് നിയമം മൂലം ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു ജില്ലയിലെ കണക്കെടുത്തു നോക്കിയാലും ഒരു പഞ്ചായത്തിലെ കണക്കെടുത്തു നോക്കിയാലും ഈ അനുപാതം ഉണ്ടാവേണ്ടതാണ്. ഓരോ വർഷവും പാർട്ടികൾ അതാത് പ്രദേശങ്ങളിലെ തങ്ങളുടെ അംഗങ്ങളുടെയും അനുഭാവികളുടെയും പുതുക്കിയ ലിസ്റ്റ് ആ പ്രദേശത്തെ ഭരണകൂടത്തിന് സമർപ്പിക്കേണ്ടതും ജനങ്ങൾക്ക് അവർ ആവശ്യപ്പെട്ടാൽ ഭരണകൂടം വിവരാവകാശം വഴി അത് ലഭ്യമാക്കേണ്ടതുമാണ്. തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നും ആർക്കു വോട്ട് ചെയ്തു എന്നും പറയാതെ സ്വാതന്ത്ര്യത്തോടെ അഭിപ്രായങ്ങൾ പറയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം നിലനിൽക്കുകയുള്ളൂ. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ നിയമസംവിധാനം ഈ വിഷയം ഗൌരവമായി കാണേണ്ടതാണ്. ലിനു തിലകൻ, ദി ന്യൂട്രൽ കമ്മ്യൂണിറ്റി ഐഡിയോളജി.